പഠനത്തോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടെ തിളങ്ങാൻ കഴിയുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലക്കാണ് നമ്മളെ ഗവൺമെന്റ് ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ശാസ്ത്രോത്സവങ്ങളിലും അല്ലെങ്കിൽ ശാസ്ത്രമേളകളിലും കലോത്സവങ്ങളിലും സ്പോർട്സ് മീറ്റുകളൊക്കെ എക്സൽ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ സ്റ്റേറ്റിലെ ഗ്രേഡ് അനുസരിച്ച് ABC ഇനങ്ങളിലെ ഓരോ ഇനങ്ങളിലും ഈ ഗ്രേഡുകൾക്കനുസരിച്ച് അതാത് പെർട്ടിക്കുലർ മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അവർ പബ്ലിക് എക്സാമിന് എഴുതുന്ന 10ലോ +1ലോ +2ലൊക്കെ എഴുതുന്ന തിയറി എക്സാമിന്റെ പാർട്ടായിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ അതിലോട്ട് ആഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ഗ്രേസ് മാർക്കുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ ഇനങ്ങളിലാണ് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത്, അതുപോലെ ഇതിന്റെ റൂൾസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേ സബ്ജക്റ്റുകൾ മാർക്ക് കുറവുണ്ടാവും, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഓരോ ഗ്രേഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് സബ്ജക്റ്റിനാണ് ഈ ഗ്രേസ് മാർക്ക് നമ്മൾ അവാർഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ ഇതിലുള്ള പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾ പത്രവാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, സോ ഗ്രേസ് മാർക്സ് ഇൻ കേരള ബോർഡ് എക്സാംസ്. ഓക്കെ, സോ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുറച്ച് പ്രോത്സാഹനം നൽകുക. ഓക്കെ, പഠനത്തോടൊപ്പം ഈ കാര്യങ്ങളിൽ അവർ പങ്കെടുക്കുമ്പോൾ, അതിൽ ട്രെയിൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് സമയം പോകുന്നുണ്ട്, അവർക്ക് ചില ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റ്സ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ശരിയോ തെറ്റോ എന്നുള്ളതെല്ലാം അവിടെ നിൽക്കട്ടെ, അതെല്ലാം നമ്മളെ ഈ വീഡിയോന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രേസ് മാർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ്, അല്ലെങ്കിൽ ഹൂ ഈസ് എലിജിബിൾ, ആരൊക്കെയാണ് ഈ ഗ്രേസ് മാർക്കിന് എലിജിബിൾ ആയിട്ടുള്ളത്? ആർട്സ് ആൻഡ് ഫെയേഴ്സ്. ഓക്കെ, നമുക്കറിയാം, ശാസ്ത്ര കലാമേളകളിൽ പങ്കെടുത്ത് അതിൽ എക്സൽ ചെയ്തിട്ടുള്ള സ്റ്റേറ്റിൽ പോയി ABC ഗ്രേഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള മിടുക്കരായ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മളെ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ സ്പോർട്ട് ആൻഡ് അത്ലറ്റിക്സ്. ഓക്കെ, നമുക്കറിയാം, സ്പോർട്സിലെ അത്ലറ്റിക്സിലൊക്കെ നമ്മളെ കേരളത്തിലെ പല സ്കൂളുകളിൽ നിന്നും നാഷണൽ ഇന്റർനാഷണൽ ലെവൽ വരെ പങ്കെടുക്കുന്ന കുട്ടികളുടെ. അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര മാർക്ക്, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലാണെങ്കിൽ കുറച്ചും കൂടി അധികം മാർക്ക് കിട്ടുന്ന രീതിയിലാണ് ഗ്രേസ് മാർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ എത്ര മാർക്കാണെന്നുള്ളത് നമ്മളെ വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും, ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ യൂണിഫോംഡ് സർവീസസ് നമുക്കറിയാം, NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC. ഓക്കെ, അതുപോലെ SPC. ഈ ഒരു എന്താണ് യൂണിഫോംഡ് സർവീസസിലൊക്കെ നിങ്ങൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും സ്കൂളുകളും ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഗവൺമെന്റ് ഗ്രേസ് മാർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി വെരിഫൈഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിലും എങ്ങനെയാണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നമുക്കറിയാം, ആർട്സ് ആൻഡ് സയൻസ് ഫെയേഴ്സ്. ഓക്കെ, ശാസ്ത്രമേളകളിലും കലോത്സവങ്ങളിലൊക്കെ ABC ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേഡ് ലെവലിനനുസരിച്ച് A ഗ്രേഡിലുള്ളവർക്ക് 20 മാർക്ക്, B ഗ്രേഡിലുള്ളവർക്ക് 15 മാർക്ക്, C ഗ്രേഡിലുള്ളവർക്ക് 10 മാർക്ക്, അങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി സർവീസ് ഗ്രൂപ്പ്സ്, നമ്മളെ SPC, JRC എന്നൊക്കെ പോലെയാണെന്നുണ്ടെങ്കിൽ 20 മാർക്ക് SPCക്ക്, JRCക്ക് 10 മാർക്ക്. ഓക്കെ, അതുപോലെ സ്കൗട്ടിന് നിങ്ങൾക്കറിയാം, ഓരോ രാജ്യപുരസ്കാർ, രാഷ്ട്രപതി, ഇതിനൊക്കെ സെപ്പറേറ്റ് ഗ്രേസ് മാർക്കുകളുണ്ട്. ഓക്കെ, പിന്നെയോ NCC ആൻഡ് NSSന് 20 to 40 എന്തുണ്ട് മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെയോ സ്പോർട്സ് കൗൺസിൽ മീറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സ് മീറ്റുകളിൽ സ്റ്റേറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്രേസ് മാർക്ക് അപ് ടു 20 വരെ നമുക്ക് സ്റ്റേറ്റ് ലെവലുള്ള വിന്നേഴ്സിന് ഗ്രേസ് മാർക്ക് ലഭിക്കും. ഇനി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്ക് വരെ, നിങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ലെവലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 50, 60, 70 മാർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിയറി മാർക്കിൽ എക്സ്ട്രാ ആയിട്ട് ഗ്രേസ് മാർക്കായിട്ട് ഗവൺമെന്റ് തരുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ എന്താണ്, എല്ലാവർക്കും ഇങ്ങനെ വാരിക്കോരി ഗ്രേസ് മാർക്ക് കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 100 മാർക്ക് വരെയൊക്കെ ഫുൾ മാർക്കൊക്കെ ഹയർ സെക്കൻഡറിയിൽ അടിച്ചിരുന്ന കുട്ടികൾ അങ്ങനെ കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഇപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നതിന് പകരം സിംഗിൾ ഹയസ്റ്റ് ഇവന്റ് റൂൾ. ഓക്കെ, ഇത് മുന്നേ ഉണ്ടായിരുന്നത്, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസിൽ നിങ്ങൾ സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് എന്ത് ചെയ്ത് 2 ഐറ്റത്തിൽ നിങ്ങൾക്ക് ഒരു ഐറ്റത്തിൽ A ഗ്രേഡും ഒരു ഐറ്റത്തിൽ B ഗ്രേഡും കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടില്ല, 20 മാർക്ക് A ഗ്രേഡിനും 10 മാർക്കിനും B ഗ്രേഡിനും കിട്ടില്ല. ഓക്കെ, ഹയസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏതിനാണോ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയ ആ ഒരു പോയിന്റ്, ആ ഒരു ഗ്രേസ് മാർക്ക് 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, B ഗ്രേഡ് അവിടെ കൺസിഡർ ചെയ്തില്ല. ഏതാണോ ഹയർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏതിലാണോ അതായിരിക്കും പരിഗണിക്കും. ഓക്കെ, the no double dipping rule. If a student utilize their grace marks to boost their SSLC or +2 board exam scores, അതായത്
നിങ്ങൾ എന്ത് ചെയ്തേ, നിങ്ങളെ ബോർഡ് എക്സാമിന് ബൂസ്റ്റ് ചെയ്യാൻ SLCO +1 +2 ബോർഡ് എക്സാം ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് യൂസ് ചെയ്തേ, നിങ്ങളെ ഗ്രേസ് മാർക്ക് യൂസ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അഡ്മിഷൻ, ഒരു കോളേജ് അഡ്മിഷനോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലോട്ടുള്ള SLC കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറിയിലോട്ടുള്ള അഡ്മിഷനോ വരുമ്പോൾ ഈ ഗ്രേസ് മാർക്ക് പിന്നെ എന്തില്ല, പിന്നെ അത് പരിഗണിക്കൂല. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നോ ഡബിൾ ഡിപ്പിംഗ് റൂൾ. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ റൂൾസ്, ഇത് പാസിംഗ് പ്രിഫറൻസ്, അതായത് എങ്ങനെയാണ് ഈ ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് A+ ഉണ്ട്, B+ ഉണ്ട്, C+ ഉണ്ട്, D+ ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് ഗ്രേഡ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇയാളെ സ്കോർ ഷീറ്റിൽ. ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്തുണ്ട്, കുറച്ച് ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇയാള് തോറ്റ സബ്ജക്റ്റിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ തോറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിലോട്ടാണ് നമ്മൾ ഗ്രേസ് മാർക്ക് ആദ്യം ആഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതായത് ഗ്രേസ് മാർക്കിന്റെ ഫസ്റ്റ് പർപ്പസ് നിങ്ങൾ ഏതെങ്കിലും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റിൽ പാസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഗ്രേസ് മാർക്കിന്റെ ഫസ്റ്റ് പർപ്പസ്. ഓക്കെ, ഇനി നിങ്ങൾ ഏതെങ്കിലും ഫെയിൽ ആയിട്ടില്ല എന്ന് വെക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് ഏതാണ്, നിങ്ങൾക്കൊരു 5 A+ 1 A ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ A+ ആക്കാനേ, അല്ലെങ്കിൽ 5 Aയും 1 B+ ഉണ്ടെങ്കിൽ ആ B+ A ആക്കാനാണ് നമ്മൾ ഗ്രേസ് മാർക്ക് പിന്നീട് ഉപയോഗിക്കുക, നിങ്ങൾ ഫെയിൽ ആയിട്ടില്ലെങ്കിൽ. ഓക്കെ, സോ ഫസ്റ്റ് ഫെയിൽ ആവുന്ന സബ്ജക്ട്സ് പാസ്സാക്കാൻ, പിന്നെ കുറഞ്ഞ ഗ്രേഡുള്ള സബ്ജക്ട്സിനെ മുകളിലോട്ടുള്ള ഗ്രേഡിലോട്ട് വരുത്താൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തുണ്ട്, വേറൊരു 90% ക്യാപ് റൂൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു 85 മാർക്കാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് 20 മാർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട്, ആ സബ്ജക്റ്റിന് മാത്രമേ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യാനുള്ളൂ എന്നുണ്ടെന്നെങ്കിൽ എന്ത് ചെയ്യില്ല, നിങ്ങൾ ആ 85 മാർക്ക് ഒരിക്കലും 100 മാർക്ക് ആവൂല. ഓക്കെ, 90 മാർക്കേ ആവുള്ളൂ. അതായത് ടോട്ടൽ മാർക്കിന്റെ 90% മാത്രമേ ഗ്രേസ് മാർക്ക് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ചേരാൻ പറ്റുള്ളൂ. 90% എന്ന് പറഞ്ഞാൽ 90% നിങ്ങൾക്ക് A+ കിട്ടാൻ മതിയാവും. ഓക്കെ, സോ A+ എത്തിക്കാൻ മാത്രമേ ഈ ഗ്രേസ് മാർക്ക് കൊണ്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഫുൾ മാർക്ക് കിട്ടാൻ മുന്നേ ഇത് ഹെൽപ്പ് ചെയ്തിരുന്നു, എന്നാൽ അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഫുൾ മാർക്ക് കിട്ടാൻ ഗ്രേസ് മാർക്ക് ഹെൽപ്പ് ചെയ്യില്ല. 90% അല്ലെങ്കിൽ A+ എത്തിക്കാൻ മാത്രമേ ഗ്രേസ് മാർക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഇയർ സ്പെസിഫിക് വാലിഡിറ്റി, അതായത് നിങ്ങൾ +1 നിങ്ങൾക്ക് ഒരു ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇവന്റിന് പങ്കെടുത്ത് നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ B ഗ്രേഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ +1 അപ്പോൾ നിങ്ങൾ +1 പബ്ലിക് എക്സാമിനായിരിക്കും ആ ഗ്രേസ് മാർക്ക് യൂസ് ചെയ്യുക. അത് +2 എനിക്ക് ഇപ്പോൾ കുറച്ച് മാർക്ക് ഉണ്ട്, +2 ഈ ഗ്രേസ് മാർക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഓക്കെ, നിങ്ങൾക്ക് +2 ഗ്രേസ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 ആ ഒരു ഇവന്റിൽ എക്സൽ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ആദ്യം നിങ്ങളെ ഗ്രേസ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാസ് ചെയ്യാനാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രേഡ് മെച്ചപ്പെടുത്താൻ. പിന്നെ ഇതുപോലെ 90% മാത്രമേ ഗ്രേസ് മാർക്കിന് വെച്ച് നിങ്ങളെ ഉയർത്താൻ പറ്റുള്ളൂ. അതിന് മുകളിൽ ഗ്രേസ് മാർക്ക് വെച്ച് മേക്കപ്പ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇയർ സ്പെസിഫിക് വാലിഡിറ്റി, ഓരോ ഇയറിനും ആ ഒരു ഇയറിലെ കാര്യങ്ങളെ ആ ഒരു ഇയറിലെ ഗ്രേസ് മാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. ശാസ്ത്രമാസികക്കും നൈപുണ്യമേളക്കും പ്രത്യേകം ഗ്രേസ് മാർക്ക്. ഓക്കെ, പത്രവാർത്തയാണ്. നമുക്കറിയാം ശാസ്ത്രമേളന്റെ കൂടെയാണ് ഈ ഒരു ഐറ്റംസ്, അതായത് ശാസ്ത്രമാസിക, അതുപോലെ നൈപുണ്യമേള. ഓക്കെ, ഇതെല്ലാം നടത്തിയിരുന്നു, പ്രവൃത്തി പരിചയ മേളകളൊക്കെ നടത്തിയിരുന്നത്. ഓക്കെ, ഇനി ഇതെന്താണ്, ഇത് അടുത്ത കൊല്ലം മുതൽ സെപ്പറേറ്റ് ആയിട്ട് നടത്താൻ പോകണേ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തുമ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ടാകോ ഇല്ലേ എന്നല്ല. ഓക്കെ, അതിൽ യാതൊരു സംശയം വേണ്ട, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് നൈപുണ്യമേളയിലോ അല്ലെങ്കിൽ ശാസ്ത്രമാസികയിലൊക്കെ സെപ്പറേറ്റ് നടത്തുന്ന ആ ഒരു ഇവന്റിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ശാസ്ത്രമേളയിൽ എങ്ങനെയാണോ ഗ്രേഡ് കിട്ടുന്നത് അതുപോലെ ഇവിടെയും ഗ്രേഡ് കിട്ടും, ഇവിടെയും ഗ്രേസ് മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇനി പുതിയ അപ്ഡേറ്റ് ആണ്. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ, പുതിയ മത്സര ഇനങ്ങളെ പുതിയ സെപ്പറേറ്റ് ആയിട്ട് നടത്തുമ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടും. ഓക്കെ, എങ്ങനെയാണോ ഇതുവരെ കിട്ടിയിരുന്നത് അതുപോലെ കിട്ടും. ഓക്കെ, പക്ഷെ അതിനുള്ള റൂൾസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രേസ് മാർക്ക് കാര്യങ്ങൾ. പല ഡിസ്കഷൻസും നടക്കാറുണ്ട്, ഗ്രേസ് മാർക്ക് വേണോ ഇല്ലേ. ഓക്കെ, അതല്ലായിരുന്നു നമ്മളെ ടോപ്പിക്ക്. ഗ്രേസ് മാർക്ക് കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഏത് ഗ്രേഡിലോട്ട് നിങ്ങൾ എത്തിക്കും. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതൊക്കെ ഇവന്റിലൊക്കെയാണ് ഗ്രേസ് മാർക്ക് തരിക, ആ ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ കമന്റിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോറി, കമന്റില്ല, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഗ്രേസ് മാർക്കിനെ പറ്റിയൊക്കെ പഠിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഗ്രേസ് മാർക്കൊന്നും അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രേസ് മാർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 90% എത്തിക്കുള്ളൂ. നിങ്ങൾക്ക് ഫുൾ മാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റഡി പ്ലാൻസും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്
ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് പോവാം, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങളെ വാട്സപ്പിലോട്ട് നമ്മൾ സ്റ്റഡി പ്ലാൻസ് അതുപോലെ ഇതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരും. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം, പബ്ലിക് എക്സാമിന് നന്നായിട്ട് എക്സൽ ചെയ്യാം. ഓക്കെ, ഗ്രേസ് മാർക്ക് ഉള്ളവർ അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഗ്രേസ് മാർക്കിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഇവന്റിന് വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗവൺമെന്റ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളെ 90% മാത്രമേ ഒരു ക്യാപ്പ് ഉണ്ട് അവിടെ, അല്ലെ, 90% മാത്രമേ എത്തിക്കുള്ളൂ. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 95 മാർക്ക് കിട്ടിയാലും 90 മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് A+ ആണ് ഗ്രേഡ്. പക്ഷെ അത് കോളേജ് അഡ്മിഷനിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കീമിന്റെ ഈ ഒരു വെയിറ്റേജിന്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പോൾ ഈ 95% ഉള്ളവർക്കാണ് അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ അത് A+ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് ഹയസ്റ്റ് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചേ മതിയാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ക്ലാസ്സുകൾ കാണാം, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിലോട്ട് അയക്കും. നിങ്ങൾ അതിന് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഓക്കെ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗ്രേസ് മാർക്ക് ആസ് ഐ സെറ്റ് ഓക്കെ അത് യൂട്ടിലൈസ് ചെയ്യാം. അത് മാത്രം മൈൻഡിൽ വെക്കാതെ ഫുൾ മാർക്കിനായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.